യു പ്രതിഭ എംഎൽഎക്കെതിരെ യുഡിഎഫിന്റെ അവിടുത്തെ കായംകുളത്തെ കൺവീനർ നടത്തിയ സ്ത്രീവിരുദ്ധമായ പരാമർശം, അതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം വരെയാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നു. യുഡിഎഫ് സ്ഥാനാർത്ഥി കായംകുളത്തെ എൽഡിഎഫ് സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ യുഡിഎഫ് കൺവീനർ നടത്തിയ സ്ത്രീവിരുദ്ധവും അപമാനകരവുമായ പരാമർശങ്ങളെ ശക്തമായി അപലപിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. പൊതുപ്രവർത്തകയായതിനാൽ ഒരു വനിതയെ ഹീനമായ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്നത് രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ തകർച്ചയാണ്. സഖാവ് പ്രതിഭ നടത്തിയ വികസന പ്രവർത്തനങ്ങളെയും ജനകീയ ഇടപെടലുകളെയും രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തതിനാലാണ് ഇത്തരത്തിലുള്ള വ്യക്തിഹത്യയിലേക്ക് വലതുപക്ഷം നീങ്ങുന്നത്. അവൾക്കൊപ്പം എന്ന് ആവർത്തിച്ച് പറയുന്ന പ്രതിപക്ഷ നേതാവും യുഡിഎഫ് നേതാക്കളും ഇത്തരം സ്ത്രീവിരുദ്ധ രീതികളിൽ സ്വീകരിക്കുന്ന നേർവിപരീത സമീപനം അവരുടെ കാപട്യമാണ് തുറന്നു കാട്ടുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് ഒരാളെ മാത്രം ലക്ഷ്യമിട്ട ആക്രമണമല്ല, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ത്രീകളോടുമുള്ള അധിക്ഷേപമാണ്. സ്ത്രീകളെ വ്യക്തിത്വമുള്ള മനുഷ്യരായി കാണാതെ അവരെ അവഹേളിക്കുന്ന ജീർണമായ രാഷ്ട്രീയ മനോഭാവമാണ് പുറത്തു വരുന്നത്. നാടിൻ്റെ വികസനവും ജനങ്ങളുടെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാതെ സ്ത്രീകളെ അപമാനിച്ചിട്ട് വോട്ട് നേടാമെന്നത് യുഡിഎഫിൻ്റെ തെറ്റിദ്ധാരണയാണ്. സ്ത്രീകളുടെ അഭിമാനവും അവകാശങ്ങളും കാത്തുസൂക്ഷിക്കുന്ന ഇടതുപക്ഷ നിലപാടിനൊപ്പം കേരളം എപ്പോഴും നിലകൊണ്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രസ്താവിച്ചിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. തരംതാണ് രീതിയിലേക്ക് യുഡിഎഫ് എന്ന് പറയുന്ന സംവിധാനം മാറുകയാണ്. വ്യക്തിപരമായ പ്രതിഷേധം, സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുന്നു, സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്യുന്ന യുഡിഎഫിന്റെ നിലപാട് എന്തും പറയുന്ന തരത്തിലേക്ക്, 4 വോട്ട് നേടാൻ എന്തും പറയുന്ന തരത്തിലേക്ക് തരം താഴ്ന്നു പോകുകയാണ് യുഡിഎഫ് എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് ചേർന്നു. ഷീജ, എന്താണ് ഈ അധിക്ഷേപത്തിനെതിരെ, ഈ തരംതാണ ഈ നിലപാടിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞത്? ഏതായാലും കായംകുളത്തെ എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ അവിടുത്തെ യുഡിഎഫ് കൺവീനർ നടത്തിയ സ്ത്രീവിരുദ്ധവും അപമാനകരവുമായ പ്രസ്താവനയിൽ ശക്തമായി അപലപിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ആദ്യം തന്നെ മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. പൊതുപ്രവർത്തകയായതിനാൽ ഒരു വനിതയെ ഹീനമായ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്നത് രാഷ്ട്രീയ സംസ്കാരത്തിന്റെ തകർച്ചയാണെന്നും പ്രതിഭ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെയും ജനകീയ ഇടപെടലുകളുടെയും രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തതിനാലാണ് ഇത്തരത്തിലുള്ള വ്യക്തിഹത്യയിലേക്ക് വലതുപക്ഷം നീങ്ങുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. അവൾക്കൊപ്പം എന്ന് ആവർത്തിച്ച് പറയുന്ന പ്രതിപക്ഷ നേതാവും യുഡിഎഫ് നേതാക്കളും ഇത്തരം സ്ത്രീവിരുദ്ധ രീതികൾ സ്വീകരിക്കുന്നത് അത് നേർവിപരീതമായിട്ടുള്ള അവരുടെ സമീപനവും അതോടൊപ്പം തന്നെ കാപട്യവുമാണ് തുറന്നു കാട്ടുന്നതെന്നും മുഖ്യമന്ത്രി ഈ വിമർശനത്തിൽ പറയുന്നുണ്ട്. ഇത് ഒരാളെ മാത്രം ലക്ഷ്യമിട്ട ആക്രമണമല്ല, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ത്രീകളോടുമുള്ള അധിക്ഷേപമാണ്. സ്ത്രീകളെ വ്യക്തിത്വമുള്ള മനുഷ്യരായി കാണാതെ അവരെ അവഹേളിക്കുന്ന ജീർണമായ രാഷ്ട്രീയ മനോഭാവമാണ് ഇതിലൂടെ പുറത്തു വരുന്നതെന്നും നാടിന്റെ വികസനവും ജനങ്ങളുടെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാതെ സ്ത്രീകളെ അപമാനിച്ച് വോട്ട് നേടാമെന്ന് യുഡിഎഫിന്റേത് അത് അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണെന്നും മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. സ്ത്രീകളുടെ അഭിമാനവും അവകാശങ്ങളും കാത്തുസൂക്ഷിക്കുന്ന ഇടതുപക്ഷ നിലപാടിനൊപ്പം കേരളം എപ്പോഴും നിലകൊണ്ടിട്ടുണ്ടെന്നും അത് തുടരുമെന്നും കൂടിയാണ് മുഖ്യമന്ത്രി ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അതായത് യുഡിഎഫിന്റെ നിലപാടിനെ വിമർശിച്ചിരിക്കുന്നത്. സിജു, ഷീജയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.